എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ന് എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് നോക്കാം. വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. ഭയങ്കര അടിപൊളിയാണ് ഇന്നത്തെ എനർജി. ബാക്കി എന്ത് കാർഡ് വന്നാലും കുഴപ്പമില്ല, ഫസ്റ്റ് വേൾഡ് തന്നെ വന്നു. അപ്പോൾ വളരെ ഹാപ്പിനെസ് ഉണ്ടാകുന്നതാണ്. വെയിറ്റിംഗ്, 9 of Wands, 3 of Swords, ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്, 10 of Cups, സ്ട്രെങ്ത്, ചാരിയറ്റ്, ജഡ്ജിമെന്റും വേൾഡും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എംപ്രസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ കംപ്ലീഷനാണ്. പിന്നെ ഇന്ന് പൗർണമിയാണ് കേട്ടോ. അപ്പം പൗർണമി ആണ്. അപ്പോൾ നിങ്ങൾ അറിയാത്തവർ പൗർണമിക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. അപ്പോൾ ഇത് പൗർണമിയാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്ത കേൾക്കൂട്ടാ. എന്തായാലും സന്തോഷ വാർത്ത കേൾക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പറ്റുമായിരിക്കാം. ട്രാവൽ ചെയ്യും. ശരിക്കും ഫുള്ളി ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും ഇന്നേ ദിവസം. കാരണം കുറേ ആൾക്കാർ 9 of Wandsന്റെ എനർജിയാണ്. വെയിറ്റിംഗ് ആയിരുന്നു. എന്താണ് വെയിറ്റ് ചെയ്തതെന്ന് നോക്കാം. എന്തോ ഒരു കാര്യത്തിൽ കുറച്ച് കാലം കൊണ്ട് അവർ വെയിറ്റ് ചെയ്തിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം എന്താ എന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ, നിങ്ങളുടെ ഏതോ ഒരു ആഗ്രഹം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് ജോലി ആയിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു എങ്കിൽ, നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചത് ഒരു കാര്യം വെയിറ്റ് ചെയ്തിരുന്നു, അത് നിങ്ങൾ കംപ്ലീഷനിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് കാണുന്നത്. 3 of Swordsന്റെ എനർജിയാണ്. കുറച്ച് ആൾക്കാർ ഭയങ്കര ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്ര വിചാരിച്ചിട്ടും നിങ്ങൾക്കത് അതിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റണില്ല. കാരണം ഡബിൾ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ എന്തോ ഒരു കാര്യത്തിൽ ഉള്ള ഒരു അഡിക്ഷനാണ്. അത് റിലേഷൻഷിപ്പിലുള്ള അഡിക്ഷനാകാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരുപാട് പെയിൻ അനുഭവിച്ചതെന്ന് മാത്രമല്ല, ഒരു ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊരു എത്ര ആലോചിച്ചിട്ടും അവർക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു സർക്കിളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ വളരെ വലിയ ഹാർട്ട് ബ്രേക്കിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് കാണുന്നുണ്ട്. പലർക്കും അത് ഡിപ്രഷനായിപ്പോയി. ചിലരെങ്കിലും അത് ട്രീറ്റ്മെൻറ്റെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും. അത്രയും ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ നിങ്ങൾ കടന്നുപോയ ഒരു കാര്യം. അതിനും വേൾഡ് കാർഡാണ് വന്നത്. അപ്പോൾ അത് ഒന്നുകൂടി നമുക്ക് ക്ലാരിഫൈ ചെയ്യാം എന്താണെന്ന്. 8 of Wands, ഹാഗഡ്മാൻ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം, എന്ത് കാര്യമാണോ ആ ഒരു കാര്യത്തിന് പുതിയൊരു വീക്ഷണത്തിലൂടെ നിങ്ങൾ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു ഹാർട്ട് ബ്രേക്ക്, നിങ്ങളതിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അഡിക്റ്റ് ആയിരുന്നുവെങ്കിൽ ആ ഒരു കാര്യത്തിനൊരു മെസ്സേജോ വിളിയോ ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നോ കോണ്ടാക്റ്റ് ആയിരുന്നെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജൊക്കെ വരാം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ആ വ്യക്തിയെക്കുറിച്ച് ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾ കേൾക്കും. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, നിങ്ങളത് കേൾക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഇന്നേ ദിവസം കേൾക്കും എന്ന് കാണുന്നുണ്ട്. അപ്പം അതോടുകൂടി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ പുതിയൊരു കാഴ്ചപ്പാടിൽ കാണാൻ തുടങ്ങും എന്നുള്ളതാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ പെയിൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കതൊന്ന് കരകയറാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ആണെങ്കിൽ ആ ഒരു കാര്യത്തിനൊരു തീരുമാനമാകും എന്ന് കാണുന്നുണ്ട്. തീരുമാനം മീൻസ് നിങ്ങളൊരു തീരുമാനം എടുക്കും അതിനെക്കുറിച്ച്, അങ്ങനെ കാണുന്നുണ്ട്. 10 of Cupsന്റെ എനർജിയാണ്. ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. കംപ്ലീഷനാണ് 10 of Cupsഉം കംപ്ലീഷനാണ്. വേൾഡ് കാർഡും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറേ കാലം കൊണ്ട് ചിലപ്പോൾ വീട്ടിലൊന്നും വരാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് വീട്ടിലെത്തി നിങ്ങൾ കുട്ടികളോ
കുടുംബമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ചിലപ്പോൾ കുറേ ദിവസം കൊണ്ട് നിങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നിട്ടുണ്ടായിരിക്കാം. ആ ബിസിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് ഇന്നേ ദിവസം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. സ്ട്രെങ്താണ്. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ കുറേ ഈവൻറ്റ്സ് ഇങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കുറഞ്ഞു പോകും. ഇനി ഒന്നും ശരിയാവില്ല, ഒന്നും ശരിയാവാൻ പോണില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവരായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് കുറച്ച് സന്തോഷമുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയെന്ന് കാണുന്നുണ്ട്. മുന്നോട്ടേക്ക് പോകാൻ ഒരു ഊർജവും കിട്ടി എന്ന് കാണുന്നുണ്ട്. കാരണം സ്റ്റാറാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയാണ്, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടാവും. സ്റ്റാറും വേൾഡുമാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നടക്കും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്, അത് സംഭവിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് മുക്തി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇന്നേ ദിവസം. പിന്നെ ചാരിയറ്റാണ്. ചില കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു ആണ് കാണുന്നത്. അപ്പം എന്തോ ഒരു കാര്യം വളരെ സ്ലോയിലായിരുന്നു, നിങ്ങൾ കാത്തിരുന്ന് മടുത്തെങ്കിൽ അത് വളരെ സ്പീഡായി, ആ ഒരു കാര്യത്തിന് വളരെ സ്പീഡായി എന്നാണ്. ചില ആൾക്കാർ ജോലിക്ക് കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ, ചിലപ്പോൾ ഓഫർ ലെറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ വളരെ സ്പീഡിൽ അത് കിട്ടാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് നിങ്ങളത് വിട്ടുകളഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തുന്നു ഉടൻ തന്നെ എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്നു, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര എഫേർട്ട് എടുക്കാനും നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ഒരു മരവിച്ചിരുന്ന അവസ്ഥയാണെങ്കിൽ, നിങ്ങൾ ശരിക്കും ഫ്രീസായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്നുവെങ്കിൽ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ശരിക്കും ആക്റ്റീവ് ആകാൻ പറ്റി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ കിട്ടിയപ്പോൾ ഒരു ഹോൾ ലൈഫിലും നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ പറ്റി എന്നാണ് കാണുന്നത്. പിന്നെ 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അത് ചില ആൾക്കാർ ചില കാര്യങ്ങളിൽ, ചില റിലേഷൻഷിപ്പിൽ കുടുങ്ങിപ്പോയതായിരിക്കാം. ആ ഒരു ഇതിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ഇരുന്ന ആൾക്കാർക്കും അവർക്കും ഒരു പ്രതീക്ഷയാണ് ഈ സ്റ്റാർ. അപ്പോൾ ചിലർ ഇനി ഒന്നും ചെയ്യാനില്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് വളരെ വിഷമിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. അവർക്കും ഒരു പ്രതീക്ഷയ്ക്കുള്ള വക ഇന്നേ ദിവസം ഉണ്ട് എന്നുള്ളതാണ്. കിങ് ഓഫ് പെൻറ്റക്കിളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങൾക്കിത് പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങളുടെ കുറേയധികം കാര്യങ്ങളും സാധിക്കും എന്ന് കാണുന്നുണ്ട്. നിങ്ങളത് വളരെ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം. അപ്പോൾ പക്ഷേ ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷ വിട്ട് കളഞ്ഞതുമായിരിക്കും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് ഇതായിരിക്കാം, ഒരു പൈസ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അത് കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. പുതിയ ഒരു കാര്യം, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യമോ നിങ്ങൾ ഇന്നേ ദിവസം തുടങ്ങുമായിരിക്കാം. ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ നിങ്ങളൊരു അല്ലെങ്കിൽ ഈ ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഇന്ന് നിങ്ങൾ തുടങ്ങാൻ പോകുന്നു. ചിലപ്പോൾ അതൊരു ബിസിനസ് ആയിരിക്കും കേട്ടോ. ബിസിനസ്സോ ചിലപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രേഡിങ് പോലത്തെ എന്തോ ഒരു കാര്യമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം. ട്രേഡിങ് എന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ കൂടുതൽ കാര്യമൊന്നും. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പൈസ പ്രതീക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ എന്തോ കാര്യം നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ആണ് ഈ വേൾഡ് കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയാണ് ഈ വേൾഡ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണ്, അതുകൊണ്ട് കോർട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നാളത്തേക്കുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമായിരിക്കാം. ഒരു നാളെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വിധി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കാം. എന്തോ ഒരു കാര്യത്തിന് ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ കോർട്ട് സംബന്ധമായതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു കാര്യം ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് നിങ്ങളുടെ ഈ ഹാർട്ട് ബ്രേക്കിനെ മാറ്റിക്കളയുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ
അതിന് ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഫുൾഫിൽമെൻ്റ് ആണ് തരുന്നത്. സ്റ്റാറുമാണ്. അപ്പം ജീവിതത്തിൽ നിങ്ങൾക്കും പ്രതീക്ഷിക്കാൻ പറ്റും, നിങ്ങൾക്കും സന്തോഷിക്കാൻ പറ്റും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിനൊരു വില ഉണ്ടാകുന്നു. നിങ്ങൾ മറ്റുള്ളവർ ചിലപ്പം എപ്പോഴും നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു ഞാനൊരു സ്റ്റാറാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും. അപ്പോൾ മുന്നോട്ടേക്കുള്ളൊരു പ്രതീക്ഷയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല എനർജിയാണ്. ചോയ്സസ്, സെവൻ ഓഫ് കപ്പാണ്, നൈറ്റ് ഓഫ് പെന്റക്കിളാണ്, ടു സോട്സ്, ടെൻ ഓഫ് വാൻസ്. ഇത് പറഞ്ഞല്ലോ, ടെൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് ആണ്. വേൾഡ് കാർഡും എൻഡിങ് ആണ്. ജഡ്ജ്മെൻറ്റും അതൊരു എൻഡിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ കാര്യങ്ങൾ എൻഡ് ആകുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും പെയിൻ ഉണ്ടാക്കിയ കാര്യമാണ്. നിങ്ങളെ കുറേ കാലം കൊണ്ട് നിങ്ങളെ പെയിനിലൂടെ കൊണ്ടുപോയ ഒരു കാര്യം, അത് എൻഡ് ആകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വണ്ണം നിങ്ങളെ തളർത്തി കളഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് എൻഡിങ് വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത ഭാരം ചുമന്നുകൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഫുൾഫിൽ ആകുന്നുണ്ട്. നിങ്ങൾക്ക് അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. ടു ഓഫ് സോർട്സ് ആണ്. അപ്പം ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്ന് കാണുന്നുണ്ട്. സെവൻ ഓഫ് കപ്സ് ആണ്, ടു ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചൂസ് ചെയ്യാൻ പറ്റാതെ, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മുന്നോട്ടേക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിഞ്ഞിട്ടോ. കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത് ഇത് കൂടെ വേണോ അതോ വിട്ടുകളയണോ എന്നൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് വ്യക്തത വരുന്നുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് വഴിയാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കോൺഫിഡൻസോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ആ ഒരു കാര്യത്തിൽ. ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോണ ആൾക്കാരാണെങ്കിൽ അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കും. എന്തോ ഒരു കാര്യത്തിന് ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പം ആ കൺഫ്യൂഷൻ മാറുന്നുണ്ട്. നമുക്കൊരു കാർഡ് കൂടി എടുത്ത് മതിയേക്കാം. ഇത് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യമാണ്, നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന കാര്യമാണത്. നിങ്ങൾ കാത്തിരുന്നൊരു കാര്യമാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യം ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, അത് നിങ്ങൾ കാത്തിരുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ ഒരു കാര്യമാണ് ഫുൾഫിൽ ആകാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ആഗ്രഹങ്ങൾ പോവണിയുന്നൊരു ദിവസമാണ്. പിന്നെ ഇന്ന് പൗർണമി കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് പെട്ടെന്ന് റിയാലിറ്റിയിലോട്ട് വരട്ടെ. ശരിക്കും അത് താമസിയാതെ തന്നെ എത്തട്ടെ. ഇന്നേ ദിവസം തന്നെ എത്താൻ പറ്റുമെങ്കിൽ എത്തട്ടെ. ഇത് ഇന്നത്തെയോ അല്ലെങ്കിൽ ഇത് ഈ തൊട്ടടുത്ത ദിവസങ്ങളുടെ എനർജി ആയിട്ട് വരും കേട്ടോ. കാരണം പലരും തലേ ദിവസത്താണെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ തലേ ദിവസം നടക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ന്. അതങ്ങനെ ആയിരിക്കാം. അപ്പം ഇന്നത്തെ ഒരു ഗൈഡൻസ് ആയിട്ട് തന്നെ ഇത് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾ അറിയേണ്ട ഒരു ഗൈഡൻസ് മെസ്സേജ്. ഇന്നത്തെ ദിവസം ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും കുറേയധികം ആൾക്കാർക്ക്. പിന്നെ ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസൊണേറ്റ് ആകണമെന്നില്ല. റെസൊണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് പൗർണമിയാണെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുക. ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് അത് കിട്ടും. അതങ്ങനെ. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.